നെന്മാറയിൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയ പ്രതി ചെന്താമരയ്ക്കായി ഇന്ന് വ്യാപക തിരച്ചിൽ. 100 പോലീസുകാരും നാട്ടുകാരും ചേർന്ന് നെല്ലിയാമ്പതി മലയിൽ തിരച്ചിൽ നടത്തും. അതേസമയം സജിതയും കുടുംബവും തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തുവെന്ന് വിശ്വസിച്ചാണ് ചെന്താമര അരുംകൊലകൾ നടത്തിയതെന്ന് കണ്ടെത്തലുണ്ട്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് KSU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പ്രതിക്കായി ചെന്താമരയ്ക്കായി വ്യാപക തിരച്ചിലാണ് നടത്തുന്നത് പോലീസും നാട്ടുകാരും ചേർന്ന്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഈ തിരച്ചിൽ എത്രത്തോളമായി? എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ? പോലീസിന്റെ തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 100 പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിലാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ്. നെല്ലിയാമ്പതി കാടുകൾ അരിച്ചു പറക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ കടുത്ത അന്ധവിശ്വാസിയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ ബന്ധുക്കളടക്കം പറയുന്നത് ഇത്തരത്തിൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, തങ്ങളെ അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള നിരവധി ഭീഷണികൾ ഈ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കുറച്ചു നേരം മുൻപ് ചെന്താമരയുടെ ഒരു അമ്മാവനെ പരമേശ്വരനെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഈ ചെന്താമരയിൽ നിന്നുണ്ടായിരുന്നു, അത് നീങ്ങി നിന്നിരുന്നു. ഇപ്പോൾ ചെന്താമരയുടെ അമ്മാവൻ ഇവിടെയുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. ഇത്തരത്തിൽ കഴിഞ്ഞ പല കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ കുടുംബത്തിനടക്കം ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മാവൻ പരമേശ്വരൻ കൂടിയുണ്ട്. ചേട്ടാ, ഈ ഇത്തരത്തിൽ ചെന്താമര നിരന്തരം നിങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു അല്ലേ? എന്നെ ഞങ്ങളുടെ അടക്കം ഭീഷണി, ആദ്യം ഞങ്ങളുടെ ഭീഷണി ജയിലിൽ കിടക്കുമ്പോഴടക്കം പോലീസുകാരനോട് വന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു ഡ്രൈവറുണ്ട്, ഇന്നലെ ഇത് സംഭവിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഡ്രൈവറിന് അവനെന്നെ അറിയില്ല, ഒരു ഡ്രൈവറുണ്ട്, അവൻ്റെ ഭാര്യ തന്നെയാണ് വട്ടാ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജയിലിൽ പറഞ്ഞിട്ട് ജയിലിൽ അയാൾ നമ്മുടെ ഒരു ബന്ധുവായതുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൻ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി വന്നു. അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് ഈ കൊലപാതകം നടത്തിയത് അല്ലേ? ഈ കൊലപാതകം നമുക്ക് അന്ധവിശ്വാസമില്ല, പട്ടണം പറഞ്ഞിട്ട് വെട്ടിയ എന്ത് അന്ധവിശ്വാസം? അന്ധവിശ്വാസം പറഞ്ഞ ഭ്രാന്തനായിരിക്കണം. ഭ്രാന്തനാണ് അല്ലല്ലോ അവൻ. നല്ല മുടി നീട്ടിയ സ്ത്രീയാണ് പറഞ്ഞിട്ട് ഒരു പണിക്കാർ പറഞ്ഞിട്ടാണ് കുളിച്ചിട്ട് പോകുമ്പോൾ ഉള്ളി കയറിയതും പോയത്. മുടി ഇവിളാണ് തോന്നുന്നു വെട്ടിയിട്ട് അവളിനെ കൊന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഭാര്യനെ കൊന്നത്. അങ്ങനെയാണ്, അങ്ങനെ മുടി കൂടുതലുള്ള സ്ത്രീയാണ് പറഞ്ഞിട്ട് അവൾ കുളി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുമ്പോൾ ഇവൻ പറ്റി നിന്നിട്ട് ഇവൻ എപ്പോഴും അതിൻ്റെ ഉമ്മർത്ത് പറ്റി നിൽക്കുക ടക്കെന്ന് ഇറങ്ങുക. ആരും അറിയില്ലല്ലോ. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നടക്കല്ലേ. വീട്ടിലെ പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഭാര്യ, അവളുടെ ഭാര്യ പോകാൻ കാരണം ഈ 1-2 പെണ്ണുങ്ങളും കൂടി പറഞ്ഞിട്ടാണ് പോയി എന്നുള്ളതാണ് അവനൊരു ഒരു 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 ഇത്. ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൾ വിട്ടിട്ട് ഓടിയത് എന്ന് പറഞ്ഞാണ് അവനൊരു വൈരാഗ്യം. പിടികൂടിയാലേ എല്ലാവർക്കും ഒരു സമാധാനം. എന്താ കാരണം പറയും, അവൻ ഇനി ആരെയും വന്നിട്ട് മറ്റുള്ളവർ എൻ്റെ ഭാര്യയല്ലേ വേറെ ഒരു ഭാര്യനെയും കൊല്ലുകയാണെങ്കിൽ കൊന്നിട്ട് പോയാൽ അപ്പോഴും ഇതല്ലേ കേസ്. 6 കൊന്നാലും വരില്ല കേസ്. അവൻ ഇന്നലെ പറഞ്ഞതാ എന്നോട്, എന്താ ഒന്നുപോലെ ഇനിയിപ്പോൾ 1 കൊന്നു ജയിലിൽ, 4 കൂടി കൊന്നാലും ഒരേ ജയിൽ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. ഇന്നലെ 8 മണിക്ക് അവൻ എന്നോട് സംസാരിച്ചു, എൻ്റെയും ഭാര്യേൻ്റെ അടുത്തും പറഞ്ഞത്. ഒരാളിനെ കൊന്നു, ഇനി 3-4 പേര് കൊന്നാലും ഇതല്ലേ എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ കൊടുവാള് കാണിച്ചു തന്നിട്ടാണ് പോയത്. പരമേശ്വരനെ 8 മണിക്ക് ചെന്താമര കണ്ടിരുന്നു. ആ പാടത്തിൽ കൂടെ നടന്നു വരുമ്പോൾ അപ്പോൾ പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഈ കാര്യം പറഞ്ഞു, ഒരാളെ കൊന്നാലും 4 പേരെ കൊന്നാലും ഒന്നല്ലേ ജയില് എന്ന് പറഞ്ഞാണ് പോയതെന്നാണ്. അപ്പോൾ ഈ വാളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് വന്നതും പിന്നീട് ഈ കൊലപാതകം നടത്തിയതും അയാൾ ഒളിവിൽ പോയതും. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് ആകെ തന്നെ എല്ലാവർക്കും ഒരു ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യമാണ് ഓരോ പ്രദേശവാസിക്കും പറയാനുള്ളത്. ഗോകുൽ, അതേപോലെ തന്നെ ഈ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം ഈ സുധാകരനും മകളും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് പോലീസ് കൃത്യമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ആ കുട്ടിയടക്കം പറയുന്നത് നമ്മൾ കേട്ടത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയും ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതില്ലേ? അതായത് 2023 ജാമ്യ വ്യവസ്ഥ പ്രകാരം ചെന്താമരയ്ക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും കോടതി നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഇത് ലംഘിച്ചുകൊണ്ടാണ് ചെന്താമര തന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുപോയത്. ഇത് പോലീസ് അറിയുകയും ചെയ്തു. കാരണം ഡിസംബർ 23 മകൾ റിട്ടേൺ കംപ്ലൈന്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ തങ്ങൾക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്ന് പറയുന്ന പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും അതിൽ വേണ്ട നടപടികൾ, ജാമ്യം റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വൈകി, അതിന് കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതുണ്ടാവുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ പോലീസിന്റെ ഭാഗത്തുനിന്ന്
പ്രധാന വീഴ്ച. അതിനുശേഷം ഒരു നടപടിയിലേക്ക് പോലീസ് പോയില്ല. വന്ന് താക്കീത് ചെയ്ത് വിട്ടയക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ തന്നെ ഈ ഒരു കേസിൽ പോലീസ് പ്രധാനമായി കാണേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനിയെങ്കിലും പെട്ടെന്ന് പിടികൂടിയാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവരുടെ ഒരു ഭീതി മാറുകയുള്ളൂ. സ്വാഭാവികമായും ഇന്നലെ അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ചെന്താമര ഇവിടേക്ക് എത്തിയതും ഈ കൊലപാതകം നടത്തിയതും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്തരത്തിൽ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് സ്കൂബ ഡൈവിംഗിന്റെ പ്രത്യേക സംഘങ്ങൾ എത്തി തന്നെ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാട് അരിച്ചു പറക്കിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഈ സ്കൂബ ഡൈവിംഗ് വിവിധ സംഘങ്ങളായി തിരഞ്ഞുകൊണ്ടാണ് ഗോകുൽ ഈ ഒരു തിരച്ചിൽ നടത്തുക. കാരണം പോലീസിന് അത്ര പരിചയമില്ലാത്ത സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടി വിവിധ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണോ ഈ തിരച്ചിൽ നടക്കുന്നത്? അതെ, വിവിധ സംഘങ്ങളായി 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗത്ത് ഉള്ള വ്യാപക പരിശോധന നടക്കുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് ഇന്നലെ തന്നെ വളഞ്ഞിരുന്നു. ആ പ്രദേശത്ത് പല ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇന്ന് കൂടുതലായി പോത്തുണ്ടി ഡാമിന്റെ വനമേഖല, അതോടൊപ്പം തന്നെ നെല്ലിയാമ്പതിയുടെ വനമേഖല, ഈ പ്രദേശങ്ങളിൽ കൂടി പരിശോധന നടത്തുകയാണ്. ഇതിനിടയിൽ KSU ഒരു മാർച്ച് 10 മണിക്ക് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നുണ്ട്. പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മാർച്ച് നടത്തുന്നത്. അത്തരത്തിലൊരു പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ പോലീസ് കാര്യമായി തന്നെ ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി കൂടാനായിട്ടുള്ള വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. പല പ്രദേശങ്ങളും തിരയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ എവിടേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ തിരുപ്പൂരടക്കം പോലീസ് സംഘം പോയി പരിശോധിച്ചിരുന്നു. അവിടെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സംഘം തിരിച്ചു പോന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധന വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. മാത്രമല്ല ചെന്താമരയ്ക്ക് അധികം സൗഹൃദങ്ങളില്ല, അധികം ബന്ധങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വിട്ട് പുറത്തു പോയാലും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഇയാളെ കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ വനമേഖല തിരഞ്ഞെടുത്തു. കാരണം 2019 ഇയാൾ ഇതേ കാട്ടിലാണ്, നെന്മാറയുടെ ഇതേ പ്രദേശത്തെ ഈ കാട്ടിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞത്. ഏകദേശം 5 ദിവസം അന്ന് ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് കാടിന് പുറത്തിറങ്ങിയപ്പോഴാണ് അന്ന് പോലീസ് പിടികൂടിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയമുണ്ട്. ഇയാൾക്ക് അധികം സൗഹൃദങ്ങളില്ല, ബന്ധങ്ങളില്ല, പരിചയങ്ങളില്ല. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ ഒളിവിൽ താമസിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ തന്നെയും ഇയാൾക്കുള്ള പരിചയങ്ങളും അതും വച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ പ്രധാനമായും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത് അന്ധവിശ്വാസമാണെന്ന് എടുത്തു പറയേണ്ടി വന്നു. കാരണം ഒരു പണിക്കർ പറഞ്ഞു എന്നാണ് പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തൻ്റെ കുടുംബ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് ഒരു പണിക്കർ പറഞ്ഞു. അത് കണ്ട് ഇത്തരത്തിൽ ഈ സജിതയെ കാണുകയും അന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതേ വൈരാഗ്യം സുധാകരനോടും വച്ച് പുലർത്തി, സുധാകരന്റെ അമ്മയോടും വച്ച് പുലർത്തി ആ കൊലപാതകങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നെന്മാറയെ ആകെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത് അങ്ങനെയാണ്. ശരി ഗോകുൽ.